നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ ചിക്കൻ ഒന്ന് കറി വെച്ച് നോക്കാം. 750 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു മീഡിയം സൈസ് 3 സവാളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമ്മളിത് ചെയ്യാൻ പോകുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ടൊമാറ്റോ, കുറച്ച് അണ്ടിപ്പരിപ്പും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ഹാഫ് കുക്കായതിനു ശേഷം നമ്മൾ എടുത്ത് മിക്സിക്കകത്തിട്ട് അരച്ചെടുത്താണ് നമ്മളിത് ഗ്രേവി ഉണ്ടാക്കുന്നത്. ആദ്യമേ വഴറ്റാനായിട്ട് സവാള ചേർക്കാം. സവാള ചേർത്തു. ഇത് വഴലാൻ വേണ്ടി അല്പം ഉപ്പ് ചേർക്കണം. സവാള പകുതി വഴണ്ടു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എടുക്കാം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി 8 അല്ലി. അടുത്തത് 5 പച്ചമുളക് ചേർക്കാം. ഇത് ഏകദേശം ഒരു പകുതി വഴണ്ട് കഴിയുമ്പോൾ തക്കാളി ചേർക്കാം. ഏകദേശം പച്ചമുളക് വഴണ്ടു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, 2 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചേർത്ത തക്കാളി ഏകദേശം വഴണ്ടു. ഒരു 10 കാഷ്യൂ ഒരു 10 മിനിറ്റിന് മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചാണ്. അതും കൂടെ ചേർക്കാം. നമുക്ക് ഒരു റിച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ചേർത്തതെല്ലാം ഓൾമോസ്റ്റ് വഴണ്ട് കഴിഞ്ഞു. ലാസ്റ്റിലായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിന ഒരു അല്പം ചേർത്താൽ മതി കേട്ടോ. അതും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചേർത്ത സാധനങ്ങളെല്ലാം വഴണ്ടിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിക്കകത്ത് അരച്ചെടുക്കാം. വഴറ്റിയത് നമ്മൾ മിക്സിക്കകത്ത് അരച്ച് വീണ്ടും പാൻ ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു. ഞാൻ ഇതിൻ്റെ അകത്ത് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്താണ് അരച്ചത്. അത് നല്ലൊരു ഗ്രേവിക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നല്ലതാണ്. അരച്ച് ചേർത്ത ഗ്രേവി ഒന്ന് തിളച്ചതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിനകത്ത് മസാലയായിട്ട് ചേർക്കുന്നത് 1.5 ടീസ്പൂൺ ചിക്കൻ മസാല മാത്രമാണ് ചേർക്കുന്നത്. മറ്റൊന്നും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. അതിനുശേഷം കുറച്ച് തിളച്ച വെള്ളം ഇതിനകത്ത് ചേർക്കണേ. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് ആവശ്യത്തിന് ഗ്രേവിക്കകത്ത് ചേർത്തതിന് ശേഷം ചിക്കൻ ഇതിനകത്തേക്ക് ചേർക്കാം. നമ്മൾ ചിക്കൻ ചേർത്തു. ഉപ്പൊക്കെ പാകത്തിന് ചേർത്തു. 2 തണ്ട് കരിവേപ്പില ചേർത്തു. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കനൊക്കെ വെന്ത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കുക. നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ ചിക്കൻ വാങ്ങിച്ച് ഉടനെ കറി വെക്കരുത്. കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചതിന് ശേഷമേ ചിക്കൻ കറി വെക്കാവൂ. എന്നാലേ അതിൻ്റെ മീറ്റിന്
സോഫ്റ്റ്നെസ്സും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ചിക്കൻ കൊന്ന ഉടനെ കറി വെച്ചാൽ അത് മസിലാണ്, അത് മീറ്റ് ആകുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലാസ്റ്റിൽ കുറച്ച് കസൂരി മേത്തിയും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുകയാണ്. അതായത് ഉലവ ഉണക്കി പൊടിച്ചത്. വ്യത്യസ്തമായ രീതിയിൽ എന്നും ഉണ്ടാക്കുന്ന പോലെ ചിക്കൻ കറി വെക്കാതെ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക, പ്രോത്സാഹിപ്പിക്കുക. ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നവർ ഫോളോ ചെയ്യുക, നല്ല കമൻറ്റുകൾ ഇടുക. നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചിക്കൻ കറി പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തി, നാന്, ചോറിൻ്റെ കൂടെ നല്ല ഒരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, പ്രോത്സാഹിപ്പിക്കുക.